ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എനിക്കിന്ന് ഷിഫ്റ്റ് ഉണ്ട് ഗായ്സ്. അപ്പോൾ ഇവിടെ സമയം വെളുപ്പിന് 5:56 ഉള്ളൂ. ഷിഫ്റ്റിന് വേണം. പിന്നെ ഒരു ബസ് ക്യാച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. നീണ്ട 4 ദിവസത്തെ ഓഫിന് ശേഷമാണെന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത മടിയുണ്ട് ഷിഫ്റ്റിനൊക്കെ പോകാൻ. പക്ഷേ പോയാലേ പറ്റുള്ളൂ. ബസ്സിൻ്റെ സമയം 6:02 പക്ഷേ ഇപ്പോഴേ നടന്നാലേ എത്തുള്ളൂ. വീട്ടിൻ്റെ അവിടെ നിന്ന് നിയർലി 6 മിനിറ്റ്സ് നടക്കാറുണ്ട്. സോ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പ് എത്തി. ഇനി എനിക്കൊരു 3 മിനിറ്റും കൂടെ ഉണ്ട് ബസ്സിന്. വെയിറ്റ് ചെയ്യാം. ഇന്നിവിടെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് റോഡൊക്കെ ഇത്ര തിരക്കും കാര്യങ്ങളില്ലാതെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല തിരക്കൊക്കെയാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ മൊത്തം തിങ്കൾ ടു വെള്ളി വരെ നല്ല കട്ട പണിയും എടുക്കും. പിന്നെ ശനിയും ഞായറും അവരുടെ ദിവസമാണ്. പബ്ബ് നൈറ്റ് ക്ലബ്ബ് ആയിട്ട് നടക്കുന്ന സമയമാണ്. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? നല്ല അടിപൊളി വ്യൂ അല്ലേ? അങ്ങനെ അടുത്തൊരു ദിവസം അങ്ങനെ എൻ്റെ ബസ് വരികയാണ് ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ബസ് കിട്ടിയത് ഇനി ഒരു 1 hour ട്രാവൽ എത്തും. സോ ഇതാണ് ബെസ്റ്റ് സമയം വീട്ടിലോട്ട് വിളിക്കുന്നത്. 1 hour ട്രാവലേ ഗൈസ്. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് കോഴ്സൊക്കെ വെച്ചിട്ട് പിക്ക് ചെയ്യാൻ വരും. അവനും അവിടെ പറഞ്ഞാണ്. അപ്പം ഞാൻ അവനോട് ഒന്നിച്ച് പോകാനുള്ള പ്ലാനാണ്. അവന് കാർ. സോ അവനോട് പോകാനുള്ള പ്ലാനാണ് ഗൈസ്. അപ്പം ഞാൻ ബസ് ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവന് വേണ്ടി വെയിറ്റ് ചെയ്യണ ചടങ്ങാണ്. ഇനി പെട്ടെന്ന് വരുമായിരിക്കും. വന്നൊക്കെയാണ് നമ്മളെ വണ്ടി. മീറ്റ് മിസ്റ്റർ അനന്തൻ. ഇവനാണ് എന്റെ പടക്കുന്ന് എന്നൊക്കെ ചിരി കണ്ടോ? ഇളി കണ്ടോ? പറയട്ടായിരുന്നു. നീ ഇതിപ്പോ എവിടെ നിന്ന് വന്നടാ? നീ എല്ലാരും ഒരു കൊടക്കീഴിലാണല്ലോ. ഇതാണ് അനന്തൻ. ഒരു വലിയ പുള്ളിയാ ഇത്. ചെറിയ പള്ളിയും വലിയ പള്ളിയും തോട്ടായിട്ട് പിടിക്കുന്ന ഒരു വലിയൊരു പുള്ളിയായിരിക്കണം. യൂട്യൂബിലൊരു പിക്ചർ പോലെ കണ്ടായിരുന്നു. മോഹൻലാല് അടിച്ച് കിണ്ടിയായിട്ട് സംസാരിക്കുന്ന കേട്ടൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഗായ്സ്, അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പം ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇനി കാണാം ഗായ്സ്. അപ്പം എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോകുന്ന ചടങ്ങാണ്. ഇനി വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ടയേർഡാവും. എന്നിട്ട് നേരെ ഒരു ഉറക്കമാണ് ഇനി എൻ്റെ പരിപാടി. അല്ല അപ്പൊ ഇന്ന് എന്തുവാ കഴിക്കേ? അയ്യോ നാണാണോ? ഹായ് ഹായ് ഹായ്. ഇവിടെ ദോശ 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 ദോശ. ഏത് സിനിമ? ഓ, എന്തോ ഇരിക്കുന്നേ? ചിക്കൻ ഫ്രൈയാ? എന്തുവാ? സ്പിനാച്ചോ? ഓ, കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം. അപ്പൊ ഞാൻ ഈ സ്പിനാച്ച് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. സംഭവങ്ങളാണല്ലോ. നൈസാണല്ലോ. എവിടെയൊക്കെ പഠിച്ചേ? വീട്ടിൽ പോയി പഠിച്ച സംഭവങ്ങളാ. സെറ്റായിരുന്നു. കുളിച്ച് ഫ്രഷായിട്ടില്ല. അപ്പൊ ഇന്നത്തെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി നേരെ പോയി ഫുഡ് കഴിക്കാം. വിശന്ന് പണ്ടാരടങ്ങിട്ട് വയ്യ. വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ. ആ കടവാതിൽ തുറന്നു ഗായ്സ്. ഇറങ്ങി പോവാ. വിശക്കണം. മുട്ടയൊക്കെ തരാം. ഇന്നലെ ഞാൻ ബാക്കി വെച്ച മുട്ടയാണ് ഗായ്സ്. 2 എണ്ണം വേണമെന്നാണ് അവൾ പറയുന്നത്. പ്രോട്ടീൻ ഗായ്സ്. അപ്പൊ ഇതാണ് എൻ്റെ ഇന്ന് രാത്രിയത്തെ ആഹാരം. മുട്ടക്കറി, ദോശ, പിനാച്ചിൻ്റെ എന്തോ ഒരു സാധനം, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഗ്രീൻ ടീ. ഇതാണ് എൻ്റെ ഇന്ന് രാത്രിയത്തെ ആഹാരം ഗായ്സ്. അപ്പൊ എൻ്റെ ഇന്നത്തെ പരിപാടി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കടന്നു. സോ അഡിയോസ് അമിഗോസ്.